ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മുകളിൽ വഹിക്കുന്നത് പോലെ നമ്മയും പരിപാലിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യായുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നു. ഇന്നലെ സങ്കീർത്തനങ്ങളിൽ നിന്ന് നിഴൽ പോലെയാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. വീണ്ടും 1 ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം 15 വാക്യം, ഞങ്ങൾ നിൻ്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ, യാതൊരു സ്ഥിരതയും ഇല്ല. സ്ഥിരതയില്ലാത്ത ഒരായുഷ്കാലമാണ് മനുഷ്യൻ്റെത് എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. സ്ഥിരതയില്ലാത്ത ഒരായുസ്, ആർക്കും സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത ഒരായുസ്. യോബിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 8 അധ്യായം 9 വാക്യത്തിൽ, നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരും അല്ലോ, ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴൽ പോലെയത്രേ. യോബിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജീവകാലം ഒരു നിഴൽ പോലെയാണെന്ന്. അത് മറഞ്ഞു പോകുന്നതാണ്. അതിനൊരു സ്ഥിരതയില്ലാത്ത ആ നിഴൽ പോലെയാണ് നമ്മുടെ ആയുസ് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി അധികമായിട്ട് പ്രയോജനപ്പെടുവാനായിട്ട് ഈ നാട്ടിലൊരുങ്ങാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.